നസ്കർ, ഈ സർക്കാരിനെ പോലെ ഗതികെട്ട ഒരു സർക്കാർ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തൊരു സർക്കാർ. ഈ സർക്കാരിനെ ഈ പരുവത്തിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ എന്തോ 70,000 രൂപ ശമ്പളത്തിൽ ഒരു ഉപദേശകനായി നിയമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം വലിയ ധനതത്വ ശാസ്ത്രജ്ഞനായി രംഗത്തുനിന്ന്, സാമ്പത്തിക വിദഗ്ധൻ. പാവം പിണറായി വിജയൻ, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നല്ല ആജ്ഞാശക്തിയുടെ പേരിൽ നേതാവായതാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ മനുഷ്യൻ അവിടെ ശരിയാക്കി കളയുമെന്ന് നിങ്ങൾ കരുതി. കാരണം ബുദ്ധിജീവികളൊക്കെ ഇയാളെക്കുറിച്ച് ഒരുപാട് വലിയ സംഭവം എഴുതുകയാണ്. തോമസ് ഐസക് എന്ന് പറഞ്ഞ വലിയ ധനതത്വ ശാസ്ത്രജ്ഞൻ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പാഠപുസ്തകത്തിൽ പഠിച്ചതല്ലാതെ പ്രായോഗിക ധനതത്വ ശാസ്ത്രം അദ്ദേഹത്തിന് വശമില്ലായിരുന്നു. കെ എം മാണി പാഠപുസ്തകത്തിൽ ധനതത്വ ശാസ്ത്രം ഒന്നും പഠിച്ചില്ല, പക്ഷെ പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രം അറിയാമായിരുന്നു. അതുകൊണ്ട് തോമസ് ഐസക് എന്ത് ചെയ്തു? തൻ്റെ കൂർമ്മ ബുദ്ധിയും ദുഷ്ടബുദ്ധിയും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെ കബളിപ്പിച്ച്, റിസർവ് ബാങ്കിനെ കബളിപ്പിച്ച് കടം വാങ്ങാൻ തുടങ്ങി. ഭരണഘടന ഒരു സംസ്ഥാനത്തിന്റെ GDP-യുടെ 3% കടം വാങ്ങാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് ആരും വാങ്ങില്ല, അവർക്ക് ആർക്കും അത് വാങ്ങാൻ കഴിയത്തുമില്ല. അതായിരുന്നു പൊതുധാരണ. പക്ഷെ തോമസ് ഐസക് എന്ത് ചെയ്തു? കിഫ്ബി എന്ന പേരിൽ ഒരു ബോഡി കോർപ്പറേറ്റ് തട്ടിക്കൂട്ടി. 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇഷ്ടപ്പെട്ട പാർട്ടിക്കാരെ അവിടെ തിരികെ കയറ്റാം, പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കാം, ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ കൂട്ടുനിൽക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക്, IAS-കാർക്കും IPS-കാർക്കും ഒക്കെ ഉന്നത പദവി കൊടുക്കാം. ഒപ്പം തന്നെ കിഫ്ബിക്ക് കടമെടുക്കാം, കാരണം സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ട്, കടം കിട്ടും. കിഫ്ബി ഒരു സർക്കാർ കമ്പനിയാണ്. അതേസമയം സർക്കാർ വാങ്ങുന്ന കടപരിധിയിൽ ഇത് പെടില്ല. അങ്ങനെ കിഫ്ബി കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കാൻ തുടങ്ങി. കേരളത്തിന് പുറത്തുനിന്ന് മാത്രമല്ല, വിദേശത്തുനിന്ന്, ലണ്ടനിൽ പോലും പോയി മണിയടിച്ച് കാശ് വാങ്ങാൻ തുടങ്ങി. ആ ഐഡിയ ക്ലിക്കായി, ഇഷ്ടം പോലെ കടമെടുത്തു. ഈ കാശ് പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നു. അതായത് വളരെ രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ റോഡ് നിർമ്മാണത്തിന് ബജറ്റിൽ പണം ഉൾപ്പെടുത്തണം. ബജറ്റിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് തികയുന്നില്ലെങ്കിൽ കടമെടുക്കണം. പക്ഷെ കടമെടുക്കുമ്പോൾ കടപരിധിയിൽ പെടും. അതുകൊണ്ട് ഈ പണമാണ് റോഡ് വികസനത്തിന് കൊടുക്കുന്നത്. ഇവിടെ കിഫ്ബി റോഡ് നിർമ്മാണം നടത്തുന്നു, കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നു. കിഫ്ബിയുടെ വരുമാനമോ സർക്കാർ കൊടുക്കേണ്ടതാണ്. സർക്കാർ അല്പം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സെസ് ഏർപ്പെടുത്തി കൊടുക്കും, മോട്ടോർ വാഹന സെസ്സോ മറ്റോ ഏർപ്പെടുത്തി കൊടുക്കും. അതാണ് സർക്കാരിന്റെ വരുമാനം ഉണ്ടല്ലോ. യഥാർത്ഥ വരുമാനം കടമാണ്. ഈ കടമെടുത്ത് റോഡ് നിർമ്മാണം നടക്കുന്നു, കണക്കിൽപ്പെടില്ല. കിഫ്ബിയുടെ കണക്ക് വേറെ, ബോഡി കോർപ്പറേറ്റ് ആണ്, അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് ക്ലിക്കായപ്പോൾ തലങ്ങനം വിലങ്ങനെയും അവർ ഇത്തരം ബോഡി കോർപ്പറേറ്റുകൾക്ക് രൂപം കൊടുത്തു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളോടും വ്യത്യസ്തമായി ബോഡി കോർപ്പറേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്തിനേറെ, പെൻഷൻ കമ്പനി എന്ന പേരിൽ പെൻഷൻ കൊടുക്കാൻ ഒരു ബോഡി കോർപ്പറേറ്റ് ഉണ്ടാക്കി. ആലോചിച്ച് നോക്കിയേ, പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ സേവനമാണ്. പെൻഷൻ കമ്പനിക്ക് വരുമാനമുണ്ടോ? പെൻഷൻ കൊടുക്കുന്ന ആരെങ്കിലും പൈസ കൊടുക്കുമോ? ഈ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? വരുമാനം ഉണ്ടാവുക, ചെലവാക്കുക. ഇതാണ് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ പെൻഷൻ കമ്പനിക്ക് ചെലവ് മാത്രമുള്ള വരുമാനമില്ല. വരുമാനം എന്താണ്? കടം കിട്ടുന്നത് എങ്ങനെയാണ്? സർക്കാരിന്റെ ഗ്യാരണ്ടി. അങ്ങനെ തലങ്ങനം വിലങ്ങനെയും കടം വാങ്ങി സുഖമായി വേണ്ടപ്പെട്ടവരൊക്കെ ചേർത്ത് അടിച്ചു പൊളിച്ചു ജീവിച്ചു. ആവശ്യത്തിന് കണ്ണാടി വാങ്ങാൻ മന്ത്രിമാർക്കും MLA-മാർക്കും 50,000 രൂപ, പിണറായിക്ക് മാത്രമല്ല പിണറായിയുടെ ഭാര്യയ്ക്ക് പോലും തിരുമാൻ ഖജനാവിൽ നിന്ന് പണം. അങ്ങനെ സുഖമായി ജീവിച്ചു. പക്ഷെ ഒടുവിൽ CAG കണ്ടുപിടിച്ചു. റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഇടഞ്ഞു. ഈ കിഫ്ബി അടക്കമുള്ള ബോഡി കോർപ്പറേറ്റുകൾ വാങ്ങുന്ന കടവും സംസ്ഥാനത്തിന് കടമാക്കി മാറ്റി. ഉടനെ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടക്കുക. പക്ഷെ എന്തായാലും പുതിയ വർഷത്തിൽ 1 രൂപ പോലും അങ്ങനെ കടം വാങ്ങാൻ കഴിയുന്നില്ല. അതോടെ ഈ സർക്കാരിന് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാത്ത ബുദ്ധിമുട്ടിലാണ്. രൂപയില്ല, പണമുണ്ടാക്കാൻ അറിയില്ല. തോമസ് ഐസക്കിനേക്കാൾ വലിയൊരു മണ്ടൻ ധനകാര്യമന്ത്രിയായി. ആരാണെന്നറിയും? ബാലഗോപാൽ. BCom MCom ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പ്രായോഗിക ജ്ഞാനമില്ല. അത്യാവശ്യം പണമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ബുദ്ധിമുട്ടറിഞ്ഞിട്ടില്ല, സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് ധാരണയൊന്നുമില്ല. കൂടെ ഒരു മാർസിയൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗാധമായ പണ്ഡിതനായ ഒരാൾ വ്യവസായ മന്ത്രി കൂടിയാവുന്നു. ലാഭമുണ്ടാക്കിയാൽ കുഴപ്പമാണെന്നാണ് വ്യവസായ മന്ത്രിയുടെ വിശ്വാസം. എന്തിനേറെ, സാർവത്രിക വിദ്യാഭ്യാസം പോലും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ്, അപകടമാണ് എന്നാണ് വ്യവസായ മന്ത്രി വിശ്വസിക്കുന്നത്. ആകപ്പാടെ വ്യവസായ മന്ത്രി കള്ളത്തരം പറയുക, നിലവിലുള്ള മാടക്കടകളെയും ബാർബർ ഷോപ്പുകളെയും പുതിയ രജിസ്ട്രേഷൻ എടുപ്പിച്ചിട്ട് പുതിയ വ്യവസായ സംരംഭം തുടങ്ങി എന്ന് പറഞ്ഞ അവാർഡ് വാങ്ങുക, ഇതൊക്കെയാണ് വ്യവസായ മന്ത്രിയുടെ ശീലങ്ങൾ. ഇവിടെയുള്ള വ്യവസായ സംരംഭങ്ങളെ തല്ലി ഓടിച്ചിട്ട് ദേശീയവാദി U-turn കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് വ്യവസായ മന്ത്രി. വേറൊന്നും ചെയ്യാൻ അറിയില്ല. ഇത്തരം ചില വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളാണ് ഈ സർക്കാരിനെ ഭരിക്കുന്നത്. അതുകൊണ്ട് 1 രൂപ ഖജനാവിലില്ല. കടം കേന്ദ്രം തടഞ്ഞതോടെ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാനല്ലാതെ ഒന്നിനും കൊള്ളാത്തവരായി മാറിയിരിക്കുന്നു സർക്കാർ. ആകെയുള്ള വരുമാനം മദ്യത്തിൽ നിന്ന് കിട്ടുന്നതും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്നതും രണ്ടും ചൂതാട്ടമാണ്. മദ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ലഹരിയിലേക്ക് തള്ളിവിട്ട് ആ മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന കാശ് അവൻ കൊണ്ട് ചെലവാക്കുന്ന സാധനമാണ്.
മദ്യം നിയന്ത്രിതമായി കൊടുക്കേണ്ട, മദ്യം നിരോധിക്കുന്നതിനോട് ഞാൻ എതിരാണ്, നിയന്ത്രിതമായി കൊടുക്കേണ്ടതാണ്. പക്ഷെ മദ്യത്തിന് 250% നികുതി ഏർപ്പെടുത്തിയിട്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിച്ചിട്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. എന്നിട്ടും അതും മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ നാട് നീളെ ബാറുകൾ അനുവദിച്ച് വഷളാക്കിയിട്ടുണ്ട്. ഈ ബിവറേജസ് കോർപ്പറേഷനാണ് കൂടുതൽ അധികാരം കൊടുത്തതെങ്കിൽ, കൂടുതൽ ഔട്ട്ലെറ്റുകൾ കൊടുത്തതെങ്കിൽ സർക്കാരിന്റെ വരുമാനം കൂടും. ബാർ മുതലാളിമാർക്കാണ് ഇപ്പോൾ വരുമാനം കൂടുന്നത്. ഇത് കൂടാതെ ഉള്ളത് ലോട്ടറിയാണ്. ലോട്ടറി എന്ന് പറയുന്നത് തീരെ പാവപ്പെട്ട മനുഷ്യന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സംഭവം. സർക്കാർ നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം വിശ്വാസമുണ്ട്. ആ ലോട്ടറി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവർ അട്ടിമറിക്കുന്നുണ്ട്, അനങ്ങുന്നില്ല. ഒരു പരാതി കൊടുത്തിട്ട് ലോട്ടറി വകുപ്പ് കൈ കെട്ടി നിൽക്കുകയാണ്, തടയാൻ കഴിയുന്നില്ല. അങ്ങനെ ലോട്ടറിയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന തരത്തിലുള്ള സമാന്തര ഇടപാടുകൾ കമ്മീഷനോ കൈക്കൂലിയോ വാങ്ങിയാവാം തുടരാൻ അനുവദിക്കുന്നു. പക്ഷെ ജനങ്ങൾക്ക് ലോട്ടറിയോട് ഇപ്പോഴും വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് മെഗാ ബമ്പർ നറുക്കെടുപ്പ് നടത്തിയാൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു ബമ്പർ ഇപ്പോൾ പൂജാ ബമ്പർ നടത്തി. ഈ മാസം ആദ്യമായിരുന്നു നറുക്കെടുപ്പ്. പൂജാ ബമ്പർ അടിച്ച ആൾ വലിയ സെലിബ്രിറ്റിയായി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്രതീക്ഷയുണ്ടായി. ഈ പൂജാ ബമ്പർ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ. ഈ പൂജാ ബമ്പറിന്റെ ഒരു ഹൈപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ എടുക്കുമായിരുന്നു. പക്ഷെ സർക്കാരിന് പെട്ടെന്നൊരു കാഞ്ഞ ബുദ്ധി തോന്നി, ഇച്ചിരി കൂടി ലാഭം ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ബമ്പറിൽ കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാൾ 10 കോടി രൂപ സമ്മാന വകുപ്പിൽ നിന്ന് വെട്ടിക്കുറച്ചു. കാരണം അതുകൂടെ കൈ കിട്ടട്ടെ, എന്തായാലും എടുക്കും ജനങ്ങളെ, ആ പണം കൈ കഴിയുമ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടട്ടെ എന്ന് കരുതി 10 കോടി രൂപ വെട്ടിക്കുറച്ചു. 10 കോടി രൂപ എന്ന് മാത്രമല്ല, ലോട്ടറി ഏജന്റുമാരുടെ ഏതാണ്ട് 10 ലക്ഷം രൂപ വെട്ടിക്കുറച്ചു. ഈ 2000 രൂപ, 5000 രൂപ, 10000 രൂപയൊക്കെ നറുക്കെടുപ്പ് കിട്ടുന്ന ആളുകളുണ്ട്. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ലോട്ടറി വിറ്റ് പോകുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം. ഒരാൾക്ക് ബമ്പർ കിട്ടൂ, വളരെ കുറച്ച് പേർക്ക് മാത്രമേ മറ്റ് സമ്മാനങ്ങൾ കിട്ടൂ. ഈ താഴത്തെ സമ്മാനം 10,000 മുതൽ താഴേക്കുള്ള സമ്മാനം, അതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് ലോട്ടറിയുടെ വിൽപ്പന. ഇതങ്ങ് വെട്ടിക്കുറച്ചു. ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ചു, 10 കോടി രൂപ ലാഭിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇത് വലിയ തിരിച്ചടിയായി. കാരണം കൂടുതൽ സമ്മാനങ്ങൾ ഉള്ളപ്പോഴാണ് ആളുകൾ പ്രതീക്ഷയോടുകൂടി ഇത് വാങ്ങാനിരിക്കുന്നത്. ഇത് മനോരമയിലെ മിഥുൻ കുര്യാക്കോസ് വിശദമായി തന്നെ 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോട് വലിയ പ്രതിഷേധമായി ലോട്ടറി ഏജന്റുമാർ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു. ലോട്ടറി ക്ഷേമനിധി ബോർഡ് ഇടപെട്ടു. സർക്കാർ അവസാനം വിജ്ഞാപനം തിരുത്തി. അതായത് കഴിഞ്ഞ ക്രിസ്മസിന് കൊടുത്ത സമ്മാനവും കമ്മീഷൻ പാറ്റേണും ഒക്കെ തുടരാൻ അനുവദിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കി. പക്ഷെ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഏതാണ്ട് 12 ലക്ഷത്തോളം ലോട്ടറി അച്ചടിച്ചു വെച്ചിരുന്നു. അത് വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായി. കാരണം സമ്മാനം വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്നത്, അത് നഷ്ടമായി പോയി. അതിൻ്റെ അച്ചടിക്കൂലി നഷ്ടപ്പെട്ടു. അതല്ല പ്രശ്നം. ഇപ്പോഴാണ് പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇനി ഈ ലോട്ടറി അടിച്ച് വിതരണം ചെയ്യുമ്പോൾ ഇനിയും സമയം പോകും. യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ 10 ദിവസം വൈകിയിരിക്കുന്നു. ഈ പൂജാ ബമ്പർ കഴിഞ്ഞ ഉടൻ തന്നെ വിപണിയിൽ എത്തേണ്ടതാണ്. അത് തർക്കം നടക്കുന്നത് കൊണ്ട് വിപണിയിൽ എത്താതെ വെച്ചുകൊണ്ടിരുന്നു. അച്ചടിച്ചതിനുണ്ടായ നഷ്ടം ഒരു വശത്തെ, മറുവശത്തെ അത് സമയത്ത് ഇറക്കാൻ കഴിയാത്തതിലുള്ള നഷ്ടം. ഇപ്പോൾ സർക്കാർ വിജ്ഞാപനം ഇറക്കി പഴയ സമ്മാന സംവിധാനം തുടരാൻ തീരുമാനിച്ചപ്പോൾ ഇനി ഇത് അടിച്ചു വരുമ്പോഴേക്കും സമയത്ര എടുക്കും. ഫെബ്രുവരിയിലാണ് നറുക്കെടുപ്പ്. പക്ഷേ ഈ ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ബമ്പർ സമ്മാനം ഉണ്ടെങ്കിൽ അയ്യപ്പ ഭക്തർ ഭഗവാനെ കണ്ടിട്ട് പോകുമ്പോൾ ഇത് എടുക്കും. ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ബമ്പറിന് സർക്കാർ ഗുണമുണ്ടാവുന്നത് അയ്യപ്പ ഭക്തരാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തെ ഭക്തരെത്തുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും, കന്നഡയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും ആളുകൾ എത്തുന്നു. ഇവിടെ നിന്നാണ് ആളുകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത്. അവർ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയാണ്, ഭഗവാൻ ഞങ്ങളെ കാക്കുമെന്ന്. അതുകൊണ്ട് അവർ ഈ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അവർക്ക് ടിക്കറ്റ് തിരക്കുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് ലഭ്യമല്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിനോടകം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ വിവരക്കേട് കാരണം. ഇനി എന്തെങ്കിലും ഇറക്കുമ്പോഴേക്കും ശബരിമല സീസണിന്റെ നല്ല ഭാഗം കഴിയും. ഭക്തരിൽ നല്ലൊരു ശതമാനം മടങ്ങിപ്പോയിരിക്കും. ആലോചിച്ചത് ആകപ്പാടെ വരുമാനം തരുന്ന ഒരു ലോട്ടറി കൃത്യമായി നടത്താനോ, അതിനൊരു തടസ്സമുണ്ടാവാതിരിക്കാനോ, അത് അട്ടിമറിക്കപ്പെടാതിരിക്കാനോ പോലും ഇവർക്ക് കഴിയുന്നില്ല. ഇവരാണ് നമ്മൾ മഹത്തായ സംഭവം എന്ന പേരിൽ വീണ്ടും തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഇവരാണ് ഈ നാട് നന്നാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവർക്ക് തട്ടിപ്പ് നടത്താനും നുണ പറയാനും ഖജനാവിലെ പണം എടുത്ത് വാരി വിതറാനും അല്ലാതെ 1 രൂപ ഉണ്ടാക്കാൻ അറിയില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ലോട്ടറിയിലെ അട്ടിമറി.